കണ്ണു തെറ്റിയാൽ അപ്പോൾ അവിശ്വാസ പ്രമേയം. ഇത്രയും സംഭവ ബഹുലമായ 5 വർഷങ്ങൾ കോട്ടയം നഗരസഭയിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. 1/4 നൂറ്റാണ്ട് UDF മാത്രം ഭരിച്ച കോട്ടയം നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷവും ഭരിച്ചത് UDF തന്നെയാണ്. ഈ 5 വർഷമായിരുന്നു ഏറ്റവും സംഘർഷഭരിതം. 52 അംഗ കൗൺസിലിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ UDF 21, LDF 21, NDA 8 എന്നായിരുന്നു കക്ഷിനില. LDF UDF പക്ഷത്ത് ഓരോ സ്വതന്ത്രർ കൂടി ചേർന്നതോടെ കക്ഷിനില 22 വീതമായി. പിന്നെ മാമാങ്കം ആരംഭിക്കുകയായി. ആദ്യത്തെ കൗൺസിലിൽ ചെയർപേഴ്സണെ കണ്ടെത്താൻ നറുക്ക് വീണത് UDF-ന്. അങ്ങനെ UDF-ന് ചെയർപേഴ്സണായി. ഈ ഭാഗ്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് LDF ആദ്യത്തെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. ആ അവിശ്വാസ പ്രമേയത്തെ BJP പിന്തുണച്ചു. അതോടെ അവിശ്വാസം പാസായി. BJP പിന്തുണയോടെ അവിശ്വാസം പാസായി എന്ന നാണക്കേട് LDF-ന് തെല്ലൊന്നുമല്ല ഉലച്ചത്. പക്ഷെ പിന്നീട് നടന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലും UDF-ന് തന്നെയായി അധ്യക്ഷ സ്ഥാനം. ഇതേ നടപടികൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. അപ്പോഴും ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് UDF നോമിനി തന്നെ. ഭരണം ചാഞ്ചാട്ടത്തിലായിരുന്നുവെങ്കിലും വിവാദങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായില്ല. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ദിവസവും എന്നതുപോലെ പുറത്തു വന്നുകൊണ്ടിരുന്നു. അതിനിടെയാണ് 211 കോടി കാണാനില്ലെന്ന വമ്പൻ വിവാദമുണ്ടായത്. നഗരസഭയുടെ തന്നെ ഇന്റേണൽ വിജിലൻസ് ആണ് പണം കാണാനില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. UDF ഭരണസമിതിക്കെതിരെ അത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. ഒരു നഗരസഭയിൽ നിന്ന് 211 കോടിയൊക്കെ എങ്ങനെ കാണാതാകും എന്നതായിരുന്നു ചോദ്യം. ഒടുവിൽ കണക്ക് എടുത്തെഴുതിയതിലെ പിശകാണെന്ന് വിവിധ സമിതികൾ കണ്ടെത്തി. എന്തായാലും 211 കോടിയുടെ കണക്കൊക്കെ തെറ്റിച്ചെഴുതുന്ന പരിപാടി കോട്ടയത്തല്ലാതെ മറ്റൊരിടത്തും നടക്കില്ലെന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞു തുടങ്ങി. 2015 അനായാസം UDF ഭരിച്ചതാണ് കോട്ടയം നഗരസഭ. അന്ന് UDF 29, LDF 13, BJP 5 എന്നായിരുന്നു കക്ഷിനില. പിന്നീടുണ്ടായ വ്യത്യാസം കേരള കോൺഗ്രസ് M UDF വിട്ടു എന്നതാണ്. LDF-ന്റെ കൂടെ നിന്ന് കരുത്ത് തെളിയിക്കേണ്ട ബാധ്യത ഇക്കുറി കേരള കോൺഗ്രസ് M-നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും കൊടുമ്പിരി മത്സരമാണ് കോട്ടയത്ത്. ഇതുവരെ 52 അംഗ സഭയായിരുന്നുവെങ്കിൽ ഇത്തവണ മുതൽ 53 അംഗങ്ങളാണ്. ഒറ്റ സംഖ്യയിൽ എണ്ണം വന്നാലെങ്കിലും ടൈ ആകാതിരിക്കട്ടെ എന്നാണ് കോട്ടയംകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കോട്ടയം കോർപ്പറേഷൻ ആകുമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്നാണ് ആ ചോദ്യം. കഴിഞ്ഞ 10 വർഷമായി കോട്ടയംകാർ എന്നും കേൾക്കുന്നതാണ് കോർപ്പറേഷൻ വർത്തമാനം.